എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയെക്കുറിച്ചുള്ള എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. നിരവധി വിദ്യാർത്ഥികൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നിരവധി കമൻറ്റുകൾ ഉള്ളത് കൊണ്ട് ഇതിനെ റിപ്ലൈ തരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു സംശയങ്ങളെല്ലാം ഒരു വീഡിയോ ആക്കിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നിവയെക്കുറിച്ചുള്ള എല്ലാവിധ സംശയങ്ങളും ഈ ഒരു വീഡിയോ വഴി മാറ്റാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ ഈ ഒരു അപേക്ഷ എങ്ങനെ നൽകാം എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ഒരു റീവാലുവേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് 3 സെപ്പറേറ്റ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കുക, അത് ഫില്ല് ചെയ്യുക, അതുപോലെ തന്നെ അതിനുള്ള അപേക്ഷാ ഫീസ് അടക്കുക. അതുപോലെ തന്നെ ഇതിനോടൊപ്പം നിങ്ങളുടെ SSLC +2 റിസൾട്ടിൻ്റെ, അതായത് നിങ്ങൾ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി വെക്കുക. ഇത്ര മാത്രമാണ് ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷ നൽകുന്നതിനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അപേക്ഷാ ഫോം, +2വിൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടും അപേക്ഷാ ഫീസും നിങ്ങൾ അവസാനമായിട്ട്, അതായത് മാർച്ച് മാസത്തിലെ +2 പരീക്ഷയ്ക്ക് ഏത് സ്കൂളിലാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള ആ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് ഇരട്ട മൂല്യനിർണ്ണയം, അതായത് ഡബിൾ വാല്യുവേഷൻ നടത്തപ്പെട്ടിട്ടുള്ള സയൻസ് വിഭാഗത്തിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ ആൻസർ പേപ്പർ റീവാലുവേഷനോ അല്ലെങ്കിൽ സ്ക്രൂട്ടിനിക്കോ അപേക്ഷ നൽകാൻ സാധിക്കുന്നതായിരിക്കില്ല. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റുകൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ ഉത്തരക്കടലാസുകളുടെ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഈ ഒരു ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി, അതുപോലെ റീവാലുവേഷൻ എന്നിവ എന്താണ് എന്നുള്ളത് നോക്കാം. അതുപോലെ അതിൻ്റെ ഫീസ് ഡീറ്റെയിൽസും നോക്കാം. റീവാലുവേഷൻ ആണെങ്കിൽ 500 രൂപയും, സൂക്ഷ്മ പരിശോധനയാണെങ്കിൽ 100 രൂപയും, ഫോട്ടോ കോപ്പി ആണെങ്കിൽ 300 രൂപയുമാണ് ഫീസായിട്ട് വരിക ഒരു വിഷയത്തിന്. അപ്പോൾ റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സൂക്ഷ്മ പരിശോധനയ്ക്ക്, അതായത് സ്ക്രൂട്ടിനിക്ക് അപേക്ഷ നൽകേണ്ട ആവശ്യമില്ല. ഇനി റീവാലുവേഷൻ എന്താണെന്ന് നോക്കാം. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ പേപ്പർ വീണ്ടും പുതുതായിട്ട് ടീച്ചേഴ്സ് ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് 10% മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾ നൽകിയ പൈസ, അതായത് 500 രൂപ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് നിങ്ങളുടെ സ്കൂളിൽ നിന്നും തരുന്നതാണ്. ഈ ഒരു 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 6 മാർക്കാണ് 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ 8 മാർക്കാണ് ഈ ഒരു 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 30 മാർക്കാണ് റീവാലുവേഷന് മുമ്പ് കെമിസ്ട്രിയിൽ എന്ന് കരുതുക. റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 36 അല്ലെങ്കിൽ 38 കിട്ടിയെന്ന് കരുതുക. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ 8 മാർക്ക് കൂടി, അതായത് മിനിമം, അതായത് ആ ഒരു 10% കൊണ്ട് ഉദ്ദേശിക്കുന്ന 6 മാർക്കിൽ കൂടുതൽ 2 മാർക്ക് കൂടി. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ, അതായത് 10%ഓ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 30ൽ നിന്നും 36, 38 കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നൽകിയ ആ ഒരു പൈസ റീഫണ്ടായിട്ട് സ്കൂളിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അതുപോലെ 80 മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് ലഭിച്ചത് 50 ആണ്. റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ഒരു 80 മാർക്ക് കിട്ടുമെന്ന് കരുതി റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് ഒരു 58 മാർക്ക്, അല്ലെങ്കിൽ ഒരു 80 മാർക്കിൽ ഒരു 70 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുക റീവാലുവേഷന് ശേഷം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ 10%, അത് 8 മാർക്കോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ ആ ഒരു റീവാലുവേഷൻ്റെ പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് തിരിച്ച് സ്കൂളിൽ നിന്നും തരും. ഇനി ഈ ഒരു റീവാലുവേഷൻ നിങ്ങൾക്ക്, അതായത് പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ്, സേ പരീക്ഷയ്ക്കും റീവാലുവേഷനും ഒരുമിച്ച് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾക്ക് റീവാലുവേഷനും അതുപോലെ തന്നെ സേ പരീക്ഷയ്ക്കും ഒരുമിച്ച് അപേക്ഷിക്കാം, ഒരു പ്രോബ്ലവുമില്ല. പക്ഷേ റീവാലുവേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് 14-ാം തീയതിയും സേ പരീക്ഷയുടെ റിസൾട്ട്, അതായത് സേ പരീക്ഷയുടെ അപേക്ഷ മെയ് 15-ാം തീയതി വരെയുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെയ് 14-ാം തീയതിക്കാവും ഈ ഒരു റീവാലുവേഷനും, സ്ക്രൂട്ടിനിക്കും, അതുപോലെ ഫോട്ടോ കോപ്പിക്കും, അതുപോലെ സേ പരീക്ഷയ്ക്കും അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ്, നിങ്ങൾ റീവാലുവേഷൻ, അതായത് നിങ്ങൾ ജയിച്ചിട്ടില്ല, അതായത് റീവാലുവേഷൻ, അതായത് വിദ്യാർത്ഥികൾ ഇപ്പോൾ ആ ഒരു, അതായത് റീവാലുവേഷൻ അപേക്ഷിച്ചു, അതായത് ഇപ്പോൾ +2വിൽ, അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം നോക്കാം. അതായത് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ +2വിൽ കെമിസ്ട്രിയിൽ ആ ഒരു വിദ്യാർത്ഥി ഫെയിൽഡാണ്, അതായത് 1, 2 അല്ലെങ്കിൽ ഒരു 5 മാർക്കിന് ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ്
ഫെയിൽഡ് ആണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെ ഫെയിൽഡ് ആവുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അതായത് ആ ഒരു വിദ്യാർത്ഥി റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥി റീവാലുവേഷനായിട്ട് അപേക്ഷിച്ചു. അപ്പോൾ അതുപോലെ തന്നെ സേ പരീക്ഷയ്ക്കും അപേക്ഷിച്ചു. അപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു പരീക്ഷ ജയിച്ചിട്ടുണ്ട്. അതായത് ആ ഒരു സബ്ജക്റ്റ് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സേ പരീക്ഷ എഴുതേണ്ടതുണ്ടോ എന്നുള്ളത് ആ ഒരു വിദ്യാർത്ഥികൾ അത് ചോദിക്കുന്ന ഒരു പ്രധാന സംശയമാണ്. അപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് സാധാരണഗതിയിൽ സേ പരീക്ഷ കഴിഞ്ഞ ശേഷമാണ് വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി ആ ഒരു സേ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് റീവാലുവേഷൻ റിസൾട്ട് വന്ന് അതിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എങ്കിൽ സേ പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കുന്നത് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കും. അപ്പോൾ ആ ഒരു സേ പരീക്ഷ അസാധുവാകും, നിങ്ങൾ എഴുതിയ പരീക്ഷ അസാധുവാകും. അപ്പോൾ അത്ര മാത്രമാണുള്ളൂ, അതായത് അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസലായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റീവാലുവേഷനിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ സേയുടെ മാർക്ക് പരിഗണിക്കുന്നതല്ല. അതേസമയം റീവാലുവേഷൻ്റെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ അതിലും ജയിച്ചിട്ടില്ല എങ്കിൽ സേ പരീക്ഷയിൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു മാർക്ക് പരിഗണിക്കും. അതായത് നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ആ ഒരു മാർക്ക് പരിഗണിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു റീവാലുവേഷനെ കുറിച്ച് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യം. അതുപോലെ സ്ക്രൂട്ടിനി എന്ന് പറയുന്നത് നിങ്ങളുടെ പേപ്പറിൽ എവിടെയെങ്കിലും ചെക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും മാർക്ക് കൂട്ടിയത് തെറ്റിപ്പോയിട്ടുണ്ടോ എന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ് സ്ക്രൂട്ടിനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സൂക്ഷ്മ പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് കൂടി അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ പേപ്പർ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഫോട്ടോ കോപ്പി എന്നുള്ളതാണ്. അപ്പോൾ ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരു ഫോം കിട്ടും. ആ ഒരു ഫോം ഫില്ല് ചെയ്യുക. 300 രൂപയാണ് ഫീസായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ഫോട്ടോ, അതായത് നിങ്ങളുടെ ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് തപാൽ വഴിയോ അല്ലെങ്കിൽ സ്കൂൾ വഴിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും, അതായത് എവിടെയെങ്കിലും ചെക്ക് ചെയ്ത്, അതായത് ടീച്ചേഴ്സ് വാല്യുവേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ മാർക്ക് നൽകിയിട്ടില്ലേ, അല്ലെങ്കിൽ അത് വാല്യുവേഷൻ ചെയ്തിട്ടില്ലേ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേപ്പർ വാല്യുവേഷൻ്റെ ചെയ്തപ്പോൾ ചില ഭാഗങ്ങൾ വാല്യുവേഷൻ ചെയ്യപ്പെട്ടിട്ടില്ല, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ വഴി ഒരു പരാതി നൽകാവുന്നതാണ്. അങ്ങനെ എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ പേപ്പർ വീണ്ടും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ആ ഒരു മാർക്ക് തരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട സംശയങ്ങളെല്ലാം ഈ ഒരു വീഡിയോ വഴി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ റീവാലുവേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നിവ അപേക്ഷിക്കാനായിട്ട് പറ്റില്ല. അതിൻ്റെ ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര വിഷയങ്ങൾ വേണമെങ്കിലും ഈ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്കായിട്ട് അപേക്ഷിക്കാം. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഡബിൾ വാല്യുവേഷൻ നടന്നിട്ടുള്ള ആ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷനോ സ്ക്രൂട്ടിനിയോ അപേക്ഷിക്കാൻ പറ്റില്ല. ഫോട്ടോ കോപ്പിക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് റീവാലുവേഷന് ശേഷം നിങ്ങൾ നൽകിയ പൈസ തിരിച്ചു കിട്ടുമോ എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 60 മാർക്കിൻ്റെ വിഷയത്തിൽ റീവാലുവേഷന് ശേഷം 6 മാർക്ക് കൂടുകയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് കൂടുകയോ, അല്ലെങ്കിൽ 80 മാർക്കിൻ്റെ വിഷയത്തിൽ 8 മാർക്കോ അതിൽ കൂടുതലോ കൂടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നൽകിയ പൈസ, അതായത് 500 രൂപ നിങ്ങൾക്ക് തിരികെ റിസൾട്ട് വന്ന ശേഷം സ്കൂളിൽ നിന്നും റീഫണ്ടായിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ മെയ് 14-ാം തീയതി വരെയാണ് ഈ റീവാലുവേഷനുള്ള അപേക്ഷ. നിങ്ങൾ അവസാനമായിട്ട് +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. റീവാലുവേഷൻ അപേക്ഷിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ പാസ്ബുക്കിൻ്റെ ഒരു പകർപ്പ് കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.